A TV manufacturer decided to raise price by 5% next month. The price of model is 26,000 rupees now. What would be its price next month? ഒരു ടി വി മാനുഫാക്ചറർ 5% വെച്ച് രൂപ കൂട്ടി വിൽക്കാൻ തീരുമാനിക്കുകയാണ്. എന്ത്? ടി വിയുടെ വില അടുത്ത ഓരോരോ മാസങ്ങളിൽ 5% വെച്ച് കൂട്ടി വിൽക്കാൻ വേണ്ടിയാണ് അയാൾ തീരുമാനിക്കുന്നത്. ഇപ്പോൾ ടി വിയുടെ വില 26,000 രൂപയാണെങ്കിൽ വാട്ട് വുഡ് ബി ഇറ്റ്സ് പ്രൈസ് നെക്സ്റ്റ് മന്ത്? തൊട്ടടുത്ത മാസം 26,000-ൻ്റെ 5% എത്രയാണോ അത് ഇതിൻ്റെ കൂടെ കൂട്ടി വിൽക്കാനാണ് ആ മാനുഫാക്ചറുടെ തീരുമാനം. എങ്കിൽ ഈ വരുന്ന മാസം എത്ര രൂപയ്ക്കായിരിക്കും ഈ 26,000 രൂപയുടെ ടി വി വിൽക്കുക എന്നാണ് ചോദ്യം. Price of TV 26,000. Now the price of TV 26,000. Then rate of the price increased. 5%. Then price increased 5% of 26,000. That means 5/100 into 26,000. സോ ഇത് രണ്ടും കട്ടാവുന്നു. സോ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 5 into 260. 5 into 260 that is equal to 1,300. So the next month the price of TV equal to 26,000 plus 1,300. That is equal to 27,300 rupees. Okay. ഇവിടെ പറയാം, പ്രൈസ് ഓഫ് ടി വി 26,000 രൂപയാണ്. എത്ര രൂപ ഇൻക്രീസ് ചെയ്ത് വിൽക്കാമെന്ന് തീരുമാനിക്കുന്നത് 26,000-ൻ്റെ 5% എത്രയോ അത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? പ്രൈസ് ഇൻക്രീസിൽ എത്ര രൂപയാണ് കൂടുന്നതെന്ന് നോക്കാൻ 5% ഓഫ് 26,000 എഴുതി 5/100 into 26,000 നമ്മൾ കട്ട് ചെയ്തൊക്കെ വരുമ്പോൾ ലാസ്റ്റ് 1,300 രൂപ. അപ്പോൾ 26,000-ൻ്റെ 5% എന്ന് പറയുന്നത് 1,300 രൂപയാണ്. സോ നെക്സ്റ്റ് മന്ത് എന്ത് ചെയ്യണം? 26,000-ൻ്റെ കൂടെ ഈ 1,300 കൂട്ടിയാണ് വിൽക്കുന്നത്. അപ്പോൾ സോ 27,300 രൂപയ്ക്കാണ് അടുത്ത മാസം അവർ ആ ടി വി കച്ചവടം നടത്തുന്നത്. ഓക്കെ. അടുത്തത് 4ാമത്തെ ക്വസ്റ്റ്യൻ. A car manufacturer decided to lower prices by 2% from next month. What would be the price next month for a car now priced at 2,50,000 rupees? ഇവിടെ എന്താണ്? ഇവിടെ നമ്മൾ ടി വിയുടെ കേസിൽ ഇൻക്രീസ് ചെയ്യുന്നുവെങ്കിൽ ഒരു കാർ മാനുഫാക്ചർ എന്താ ഡിസൈഡ് ചെയ്യുന്നത്? ഈ മാസം എത്ര രൂപയാണ് അതിനേക്കാളും 2% കുറച്ച് അടുത്ത മാസം വിൽക്കാനാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കാറിൻ്റെ വില 2,50,000 രൂപയാണെങ്കിൽ നെക്സ്റ്റ് മന്ത് 2,50,000-ൻ്റെ 2% എത്രയാണോ അത് കണ്ടിട്ട് അത് മൈനസ് ചെയ്താൽ മതിയാവും. ആ മൈനസ് ചെയ്യുന്ന വിലയ്ക്കായിരിക്കും അടുത്ത മാസം വിൽക്കുന്നത്. നോക്കാം. Now the price of car is equal to 2,50,000 rupees. Then rate of price lowered equal to 2%. Price lowered is equal to 2% of 2,50,000. That is equal to 2/100 into 2,50,000. കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 2 into 2,500 that is equal to 5,000. അപ്പം പ്രൈസ് കുറയ്ക്കുന്നത് എത്രയാണ്? 5,000 രൂപയാണ് കുറയുന്നത്. അപ്പം നൗ ദ പ്രൈസ് ഓഫ് കാർ the price of
നോ അല്ല. ദ പ്രൈസ് ഓഫ് കാർ ഇൻ ദ നെക്സ്റ്റ് മന്ത്. കാർ ഇൻ ദ നെക്സ്റ്റ് മന്ത് ഈക്വൽ ടു 2,50,000 നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? 5,000 മൈനസ് ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2,45,000. അപ്പോൾ 2,00,000 രൂപ വിലയുള്ളൊരു കാറ് അടുത്ത മാസം 2,45,000 രൂപയ്ക്കാണ് അവർ സെയിൽ ചെയ്യുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞേക്കാം. ദ പ്രൈസ് ഓഫ് കാർ എന്ന് പറയുന്നത് 2,50,000. ദ റേറ്റ് ഓഫ് പ്രൈസ് ലോവേഡ് 2%. ദെൻ ദ പ്രൈസ് ലോവേഡ് 2% ഓഫ് 2,50,000. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/100 ഇൻറ്റു 2,50,000. കട്ട് ചെയ്ത് കഴിയുമ്പോൾ 2 ഇൻറ്റു 2,500. ദാറ്റ് ഈസ് ഈക്വൽ ടു 5,000. ദ പ്രൈസ് ഓഫ് ദ കാർ ഇൻ ദ നെക്സ്റ്റ് മന്ത് 2,50,000 minus 5,000. That is equal to 2,45,000. Okay. Fifth question. A company pays 8% of a month's salary as festival allowance. How much festival allowance would a person whose salary is 12,875 rupees get? കമ്പനി അവിടുത്തെ ജീവനക്കാർക്കെല്ലാം 8% വെച്ച് ഫെസ്റ്റിവൽ അലവൻസ് ഒക്കെ വെച്ച് നമുക്ക് ഓണം, ക്രിസ്മസ് അവസരങ്ങളിലൊക്കെ നമുക്ക് സാലറിയുടെ കൂടെ അത് ആഘോഷിക്കുന്നതിന് വേണ്ടി സർക്കാർ ഒരു സ്വല്പം രൂപ നമുക്ക് സാധാരണഗതിയിൽ തരാറുണ്ട്. അപ്പോൾ ഈ സർക്കാർ ജീവനക്കാരോ അല്ലെങ്കിൽ ഇങ്ങനെ കോർപ്പറേറ്റ് ജീവനക്കാരോ അല്ലെങ്കിൽ കമ്പനികളിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അങ്ങനെ വരുമ്പോൾ 12,775 രൂപ സാലറി കിട്ടുന്ന ഒരാൾക്ക് എത്ര ശതമാനമാണ് ഒരു ഫെസ്റ്റിവൽ അലവൻസ് കൊടുക്കുന്നത്? അവർക്ക് ഓരോരുത്തർക്ക് ലഭിക്കുന്ന ശമ്പളം എത്രയാണോ അല്ലെങ്കിൽ സാലറി എത്രയാണോ ആ സാലറിയുടെ 8% ആണ് എന്തായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഫെസ്റ്റിവൽ അലവൻസ് ആയിട്ട്. അപ്പോൾ 12,875 റുപ്പീസ് സാലറി ഉള്ള ഒരാൾക്ക് എത്ര രൂപ എന്തായിട്ട് കിട്ടും? ഫെസ്റ്റിവൽ അലവൻസ് ആയിട്ട് കിട്ടും എന്നാണ് ചോദ്യം. സാലറി ഈസ് ഈക്വൽ ടു 12,875. Then rate of festival allowance is equal to 8%. Price of festival allowance is equal to 8% of 12,875. That is equal to 8/100 into 12,875. ദെൻ ഇതും ഫുൾ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയാവും. ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇത് കട്ട് ചെയ്തിട്ട് വേണം ചെയ്യാം. അല്ലെങ്കിൽ 8 ഇൻറ്റു 12,875 എന്ന് പറയുന്നത് 103 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ 2 സീറോസിന് ഈ സീറോസ് കട്ടാക്കിയാൽ ബാക്കി 1,030 രൂപയാണ് എന്തായാൾക്ക് അലവൻസ് ആയിട്ട് ആ മന്ത് കിട്ടുന്നത്. 1,030 രൂപ. ഇത്രയത്തിന് ഡിവൈഡ് ബൈ 100 ചെയ്യുമ്പോൾ 1,030 റുപ്പീസാണ് അലവൻസ് ആയിട്ട് അയാൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് അടുത്ത വീഡിയോയുമായി ടീച്ചർ ഉടൻ വരും. ക്ലാസ് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാനും മറക്കരുത് കേട്ടോ. നന്നായിട്ട് പഠിക്കണം. ചെയ്ത് നോക്കണം. കൂടുതൽ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിളായിട്ട് കിടപ്പുണ്ട്. അതൊക്കെ ചെയ്ത് നോക്കണേ.